ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഡ്രാമ കാർണിവൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓ നെഗറ്റീവ് എന്ന സീരീസിൻ്റെ 13th എപ്പിസോഡാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിലേക്ക് പോയാലോ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ പേളും ഫോണും തമ്മിലുള്ള സംസാരത്തെക്കുറിച്ചായിരുന്നു അല്ലേ. നമ്മുടെ ഫോൺ എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേളിനെ വിളിച്ച് നിർത്തിയതാണ് നമ്മൾ കണ്ടു നിർത്തിയത്. അപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങുന്നതും നമ്മുടെ പേളിനോട് നമ്മുടെ ഫോൺ പറയാണ് ഞാൻ മറ്റേ ആദ്യം ഉണ്ടായിരുന്ന എക്സ് ബോയ് ഫ്രണ്ടായിട്ട് ബ്രേക്കപ്പ് ആയി, അതുകൊണ്ട് തന്നെ അവനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ നിന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ സിംഗിളാണ്, ഞാൻ എൻ്റെ കൂടെ മിങ്കിളാവാൻ വേണ്ടിയിട്ട് റെഡിയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളിങ്ങനെ പേണിനോട് പറയാൻ കേട്ടോ. പേൺ ആദ്യം പറയും, പക്ഷെ ഞാൻ ഒട്ടും റെഡി അല്ല എന്നുള്ള രീതിയിൽ അവനാദ്യം നെഗറ്റീവായിട്ട് പറയുമെങ്കിലും നമ്മുടെ പെങ്കൊച്ചിനെ കൺവിൻസ് ചെയ്യും. പ്ലീസ് പോൺ, ഞാൻ അവനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്, എനിക്കൊന്നും തോന്നരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ക്ഷമയൊക്കെ ചോദിച്ചിട്ട് അവൻ്റെ കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അവളിങ്ങനെ കൺവിൻസ് ചെയ്യാണ് നമ്മുടെ ചെക്കൻ പറയാം ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ കുറേ കാലം പ്രേമിച്ചൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ വേറൊരു ഡ്യുവൽ ക്യാരക്ടറാണ്. ആദ്യം നമ്മുടെ ഫോണിനോട് ഇഷ്ടമാണെന്ന് പറയുന്നു, പിന്നത്തേക്ക് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പേൺ പ്രിമ്മിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് അവളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ ആർട്ട് കോളാക്കുന്നുണ്ട്, നീ വരുന്നില്ല എന്നെ പിക്ക് ചെയ്യാൻ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയില്ല, ഞാൻ പ്രിമ്മിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം, അവളെ പിക്ക് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് വരാം, നീ ബസ് സ്റ്റോപ്പിലേക്ക് പൊയ്ക്കോ എന്നൊക്കെ എന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ആർട്ടിനാണെങ്കിൽ സങ്കടം വരും, എപ്പോഴും ഇവനാണ് പിക്ക് ചെയ്യാറ്, ഇപ്പം നീ ആയില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ അവനൊന്നും മൈൻഡാക്കുന്നില്ല. നെക്സ്റ്റ് കാണിക്കുന്നത് വെച്ചാൽ ഇവർ രണ്ടാളും കൂടി ബസ് സ്റ്റോപ്പിലേക്ക് വരുന്നുണ്ട്, ബസ്സിൽ കയറുമ്പോഴത്തേക്കും നമ്മുടെ പേൺ എപ്പോഴും ആർട്ടിൻ്റെ കൂടെയാണ് ഇരിക്കലൊക്കെ. പക്ഷേ ഇപ്പോൾ അവൻ പ്രിമിൻ്റെ അടുത്ത് പോയിരിക്കുക. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ടിന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. പിന്നെ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കോൺവെർസേഷനൊക്കെ കേൾക്കുമ്പോഴും സങ്കടമാവുന്നുണ്ടെങ്കിൽ അവൻ മൈൻഡാക്കുന്നില്ല കേട്ടോ. നെക്സ്റ്റ് കാണിക്കുന്നത് വെച്ചാൽ റോഡ് ക്രോസ് ചെയ്യാൻ നേരത്തെ നമ്മുടെ പ്രിമ്മ് രണ്ടുപേരുടെയും കൈ ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കന് മനസ്സിലാവുന്നുണ്ട് പേണിന് എങ്ങനെയാണെങ്കിലും പ്രിമ്മിന് അങ്ങനെ ഒരു ഇതില്ല എന്നുള്ള രീതിയിൽ അവൻ മനസ്സിലാക്കുന്നുണ്ട്. ആ ടൈമിൽ അവൻ്റെ ഷോൾഡറിൽ നിന്ന് ക്യാമറ ബാഗ് ഊരി പോകുമ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് കൈ ഇടിപ്പിച്ചിട്ട് അത് എടുക്കാൻ നോക്കുകയാണ്. പക്ഷെ പ്രിമ്മ് വിചാരിക്കും അത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാന്നുള്ള രീതിയിൽ പ്രിമ്മ് അത് മൈൻഡാക്കാണ്ട് അവൻ്റെ കൈ ഇടിപ്പിച്ചിട്ട് നമ്മുടെ പേണിനെയും കൊണ്ട് റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കന് ഭയങ്കരമായിട്ട് ഹേർട്ടാവുന്നുണ്ട്. അവർ പോകുന്നതും അവർ സംസാരിക്കുന്നതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും കേൾക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ അവൻ പറയും, നിങ്ങൾ വേഗം ക്ലാസ്സിലേക്ക് പോയിക്കോ, ഞാൻ ഒന്ന് റെസ്റ്റ് എടുത്തിട്ടേക്ക് ഒന്ന് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോകുന്നത് നോക്കിക്കൊണ്ട് നിൽക്കാണ്ട് നമ്മുടെ ചെക്കൻ. എന്നിട്ട് എന്തെങ്കിലും ഓരോന്നൊക്കെ ആലോചിക്കുന്നുണ്ട്, അവളുടെ മാറ്റം എന്നുള്ള രീതിയിൽ ഓരോന്നൊക്കെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സീൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഫോണും ആർട്ടും നമ്മുടെ ചോമ്പോയും കൂടെ ഒരു പെയിൻറ്റിങ് ക്ലാസ്സിൽ ഇരിക്കാനുണ്ട്. ആ ടൈമിൽ നമ്മുടെ ചോമ്പോ പറയും, എനിക്ക് കാര്യം പറയാനുണ്ട്, അത് എന്താണെന്ന് വെച്ചാൽ പേണും പ്രിമും തമ്മിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അവർ തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്ന് തോന്നുന്നൊക്കെ എന്നെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് വയ്ക്കും, അതെനിക്ക് എങ്ങനെ മനസ്സിലായി. അവൾ പറയും അവരൊരുമിച്ചാണ് ബാങ്കോക്കിൽ നിന്ന് വന്നത് എന്നൊക്കെ എന്നെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും അതിനിപ്പോൾ എന്താ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്, അവൻ നിന്നെ കളിയാക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഫോൺ പറയുന്നുണ്ട് അതിനിപ്പോൾ എന്താ, അവർ നല്ല കപ്പിൾസ് ജോഡിയാണല്ലോ, പിന്നെ എന്താ കുഴപ്പമെന്നൊക്കെ എന്നെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ ചോമ്പോ നിങ്ങൾക്ക് അങ്ങനെയൊക്കെയാണല്ലോ എന്നുള്ള രീതിയിൽ അവിടെ ഇരിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പേൺ എന്നിട്ട് ആർട്ടിനോട് പറയും നമുക്ക് മൂവിക്ക് പോകാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് വയ്ക്കും മൂവി എന്താ പെട്ടെന്ന് വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും എന്നെ പ്രിമ്മാണ് വിളിച്ചത്, അതാണ് ഞാൻ നിന്നെയും കൂടി വിളിച്ചതെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ടിൻ്റെ കാര്യം മനസ്സിലാവുക തന്നെ അവൻ ഇതിൻ്റെ ഇടയിലേക്ക് പോകത്തില്ല, ഡിസ്റ്റർബ് വെക്കാൻ പോകണ്ടെന്നുള്ള രീതിയിൽ അവൻ പറയും എനിക്ക് വർക്കുണ്ട്, വർക്കിന് പോയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പൈസ കിട്ടില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അവനിങ്ങനെ പറയും കേട്ടോ. നിങ്ങൾ പൊയ്ക്കോന്ന് ഇങ്ങനെ പറയും. എന്നിട്ട് പറയും നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടുവെക്കുമോ എന്ന് തന്നെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും ചോമ്പോ വരുന്നില്ല, ചോമ്പോ അവളുടെ ബോയ് ഫ്രണ്ടായിട്ട് കറങ്ങാൻ പോവാണ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയുന്നത് ഈ ഫോണിനെ കൊണ്ടുവെക്കോ എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് മൂളും, നിനക്കറിയാലോ അവളുടെ സ്വഭാവം അത്ര ഇതൊന്നും അല്ല, അവളും ഞാൻ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അറിയില്ല എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും ഇന്ന് ഉച്ചയ്ക്ക് പ്രിമ്മും നീയും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ഉണ്ടായി, ഗോസിപ്പൊക്കെ ഉണ്ടായി. ആ ടൈമിലും നമ്മുടെ
ഫോൺ പറഞ്ഞത് നിങ്ങൾ തമ്മിൽ നല്ല കപ്പിൾസ് ആണെന്നൊക്കെയാണ് പറഞ്ഞത്. അവൾക്കത് കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും നിനക്കെന്താ അങ്ങനെയൊക്കെ തോന്നുന്നത്, അവൾ ഈ ടൈമിൽ അങ്ങനെയൊക്കെ പറയുന്നുള്ള രീതിയിലൊക്കെ അവൻ സംസാരിച്ചിട്ട് അവൻ പോകാന്നുള്ള രീതിയിൽ അവൻ പോകും കേട്ടോ. നെക്സ്റ്റ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇവരെല്ലാവരും കൂടി ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂടിയേക്കുന്നുണ്ട്. നമ്മുടെ ചോമ്പ് വരുന്നുണ്ട്, ആർട്ട് അവിടെയുണ്ട്. ആ ടൈമിൽ ഫോൺ വരുന്നുണ്ട്. ഫോൺ വന്നിട്ട് ചോദിക്കും പ്രിമ്മും ഫോൺ എവിടെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും അവർ ടെറസിൻ്റെ മേളിലുണ്ടെന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ഫോൺ അവർ കാണാണ്ട് ടെറസിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. ആ ടൈമിൽ അവിടെ കാണുന്നത് വെച്ചാൽ നമ്മുടെ പ്രിമ്മ് പോണ്ട ഹെയർ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടു നിൽക്കുന്നത് മാത്രമല്ല, അവിടെ കട്ടിങ് മാത്രമല്ല, അവർ തമ്മിൽ പാട്ടും കൂത്തും അതുപോലെ വെള്ളം വെച്ച് കളിക്കുക, അങ്ങനെ ഓരോ തമാശകളെയും അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിന് ഭയങ്കര ദേഷ്യവും സങ്കടമൊക്കെ വരും കേട്ടോ. അപ്പോൾ അവളിങ്ങനെ ആലോചിക്കും ചോമ്പ് പറഞ്ഞ കാര്യങ്ങൾ. നേരത്തെ അവൾ ആകെ സീരിയസ് ആക്കി എടുത്തിട്ടില്ലെങ്കിൽ ഇത് കാണുമ്പോഴത്തേക്കും അവൾക്ക് സീരിയസ് ആയിട്ടൊക്കെ തോന്നും കേട്ടോ. എന്നിട്ട് അവൾ ഒന്നും മിണ്ടാതെ തിരിച്ചിറങ്ങി പോകുന്നുണ്ട്. എന്നിട്ട് ഇവരിങ്ങനെ താഴേക്ക് വരുമ്പോഴത്തേക്കും അവളിങ്ങനെ കയറി വരുന്ന പോലെ കാണിച്ചിട്ട് ചോദിക്കും അവളെ പേണിനോട് എന്താ നീ മുടി വെട്ടിയോ എന്ന് ചോദിക്കും കേട്ടോ, അവളൊന്നും അറിയാത്ത പോലെ. അപ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും പ്രിമ്മാണ് എനിക്ക് വെട്ടിത്തന്നേന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഫോൺ പ്രിമിനോട് ചോദിക്കാം എന്നാൽ നീ എനിക്കും കൂടെ ഒന്ന് വെട്ടിത്തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിം പറയും നിനക്ക് അതിനെ പേടിയല്ലേ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ നമ്മുടെ പേൺ പറയും എങ്കിൽ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ പോയിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം, കുളിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ പോകാൻ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫോൺ വന്നിട്ട് അവളുടെ നമ്മുടെ പേണിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറയും വേഗം കുളിച്ചിട്ട് വാ, ഇങ്ങനെ അവിടെ താഴെ വെയിറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ കയ്യിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവനിങ്ങനെ ആലോചിക്കുകയാണ് ഇവൾക്ക് എന്താ പറ്റിയവളെന്താ ഇങ്ങനത്തെ ഒരു രീതി എന്നുള്ള രീതിയിൽ അവനൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. നെക്സ്റ്റ് നൈറ്റ് നമ്മുടെ പേൺ ഹാർട്ടിനോട് കാര്യം പറയാണ്, അതായത് ഫോണിനെ പറ്റി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അവളുടെ പെരുമാറ്റം എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് ചോദിക്കും എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും അവൾ എൻ്റെ അടുത്തുള്ളപ്പോൾ എനിക്ക് എങ്ങനെ ആക്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല, എനിക്ക് എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നു എന്നൊക്കെ എന്നെ പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും എനിക്ക് തോന്നിയിട്ടില്ല, അവൾക്കൊരു ഫീലിങ്സ് ഉണ്ടെന്ന് തോന്നിയിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും പക്ഷെ നിങ്ങളുടെ മുന്നിലൊക്കെ അവൾ ഓക്കെയാണ്, പക്ഷെ അവൾ എൻ്റെ അടുത്തൊരു വേറൊരു ഫീലിങ്സാണ് കാണിക്കുന്നത്, എനിക്ക് അവളോട് പാവം തോന്നാറുണ്ടെന്നൊക്കെ എന്നെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും എനിക്ക് നീ ഇഷ്ടപ്പെട്ട എല്ലാ പെൺകുട്ടികളോടും പാവം തോന്നാറുണ്ട് എന്നിങ്ങനെ പറയട്ടെ, അവളെ മാത്രമല്ല എല്ലാ പെൺകുട്ടികളും തോന്നാറുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അവൾ ചോദിക്കും അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും നീ ഏതെങ്കിലും ഒന്നിൽ ഉറച്ച് നിൽക്കുക, നീ എന്തിനാണ് എല്ലാവരോടും ഇഷ്ടമെന്ന് പറയും, പിന്നെ നിൻ്റെ സ്റ്റാൻഡ് മാറ്റും, നീ ഒന്നിലും ഉറച്ച് നിൽക്കാൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫോൺ പറയും എനിക്കത് എന്താ ഒന്നും ഉറച്ചിക്കാൻ പറ്റുന്നില്ല, എൻ്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും അവൻ പറയും എനിക്ക് നിന്നെ ഇങ്ങനെ പറഞ്ഞു തരാനായിട്ട് ഞാൻ നിന്നേക്കാളും ബെറ്റർ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ സംസാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാണിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഇവർ സീനിയേഴ്സ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ജൂനിയേഴ്സിനെ ഇങ്ങനെ റാഗ് ചെയ്യുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. പണ്ട് ഇവരെ റാഗ് ചെയ്തതൊക്കെ ഇവർ ഓർക്കുന്നുണ്ട് കേട്ടോ. എന്താണ് അങ്ങനെ ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ പ്രിം പറയും ഇങ്ങനെ റാഗ് ചെയ്തൊക്കെ ഭയങ്കര മോശമാണ്, എനിക്ക് തൊട്ടും ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ സങ്കടപ്പെടുത്തുക, ആരെയും സങ്കടപ്പെടുത്തുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ എന്താണ് ഫോണിനും അതുപോലെ തന്നെ പേണിനും നൈസായിട്ടൊന്ന് കൊള്ളു കേട്ടോ. അവർ രണ്ടാരും ഒരേ എക്സ്പ്രഷനൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാണിക്കുന്നത് വെച്ചാൽ ഇവർ സീനിയേഴ്സ് ജൂനിയേഴ്സിനെയും കൊണ്ടിട്ട് ട്രിപ്പ് വന്നേക്കാണ്. പണ്ട് ഇവരെ കൊണ്ടുവന്ന പോലെ ഇവർ അവരെയും കൂടി ട്രിപ്പ് വന്നേക്കാണ്. ആ ടൈമിൽ നമ്മുടെ ആർട്ട് എന്താ ഗിറ്റാർ വായിക്കുന്നുണ്ട്, അതുപോലെ നമ്മുടെ ഫോൺ അവിടെ ഇരിക്കുന്നുണ്ട്, എല്ലാവരും തന്നെ ഉണ്ട്. പ്രിമ്മാണ് സോങ് ഒക്കെ പാടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പേണാണെന്നുണ്ടെങ്കിൽ പ്രിമ്മ് പാടുന്ന പാട്ടൊക്കെ ആസ്വദിച്ചിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിന് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് തന്നെ ഫോൺ അവിടെ നിന്ന് എണീറ്റ് മാറിപ്പോവുകയാണ്. ആ ടൈമിൽ അവിടത്തേക്ക് എന്താണ് നമ്മുടെ പേൺ വരുന്നുണ്ട്. പേൺ ചോദിക്കുന്നുണ്ട് നീ എന്താ ഇവിടെ എന്താ ഒറ്റയ്ക്ക് നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയും എനിക്ക് നീ പ്രിമിൻ്റെ കൂടെ ഇരിക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് മാറിയതെന്നൊക്കെ എന്നെ പറയും. എന്നിട്ട് അവളിങ്ങനെ ഓരോ സെൻറ്റി അടിക്കണം, അതായത് ഞാൻ ഒട്ടും എന്താ പ്രിമിനെ പോലെ പ്രറ്റിയല്ല, അതുപോലെ ഞാൻ ബ്യൂട്ടിഫുൾ അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് മാറിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഓരോ സെൻറ്റിമെൻ്റലായിട്ട് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ പേണിന് സങ്കടമായിട്ട് പേൺ പറയും അത് നിനക്ക് തോന്നിയതാണ്, നീയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ എന്നൊക്കെ എന്നെ പറഞ്ഞിട്ട് അവളിങ്ങനെ സമാധാനിപ്പിക്കും കേട്ടോ. എന്നിട്ട് ആ ടൈമിൽ നമ്മുടെ പെങ്കുച്ച് ചോദിക്കുന്നുണ്ട് നിനക്ക് പ്രിമിനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ കുറേ നേരം ആലോചിച്ചിട്ട് പറയും എനിക്കത് അറിയില്ല
എനിക്ക് കറക്റ്റ് അറിയില്ല എന്ന് തന്നെ പറയും കേട്ടോ. അതൊക്കെ നമ്മുടെ പെങ്കൊച്ച് എന്താണ് എനിക്ക് അറിയാത്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയും അതെനിക്കറിയില്ല, പക്ഷേ എനിക്ക് അവളോട് ചെറിയൊരു ഇഷ്ടമുണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചിനാണെങ്കിൽ ഭയങ്കര സങ്കടവും വരും, ദേഷ്യവും വരുന്നുണ്ട് കേട്ടോ. എന്നാലും അവളിങ്ങനെ ചോദിക്കും, അപ്പോഴും എനിക്കൊരു ചാൻസ് ഉണ്ടല്ലേ, എനിക്ക് ഹോപ്പ് ഉണ്ടല്ലേ നിന്നിൽ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അവൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ നമ്മുടെ പെങ്കൊച്ച് വന്നിട്ട് അവനെ ക്ലോസ് ചെയ്ത് പിടിച്ചിട്ട് കിസ് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അടുത്ത സീൻ കാണിക്കുന്നത് വെച്ചാൽ അവരെല്ലാവരും പാട്ട് പാടി ഇരിക്കുന്നുണ്ട്. പ്രിമാണെന്നുണ്ടെങ്കിൽ പാടിനെ പറ്റി ആലോചിച്ചിട്ടൊക്കെയാണ് കേട്ടോ പാട്ടൊക്കെ പാടുന്നത്. അതനുസരിച്ച് താളം പിടിക്കാൻ നമ്മുടെ ആർട്ടും ഉണ്ട്. അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡോട് അവസാനിക്കുന്നത്. അപ്പോൾ ഈ എപ്പിസോഡ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻസ് ഇടുക, ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോഴും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് തസ്നി സുബൈർ. ടാറ്റാ.